നമസ്കാരം. നമ്മുടെ ഹിന്ദു ദിനപത്രത്തിൽ ഒരു 2 ആഴ്ച മുമ്പ് മിയാവാക്കി മാതൃകാ വനവൽക്കരണത്തെക്കുറിച്ച് ഒരു ലേഖനം വന്നു. ആ ലേഖനം ഇന്ത്യയിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുടെ അഭിപ്രായങ്ങളും വളരെ ആഴത്തിൽ നടന്ന് ശേഖരിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. പക്ഷേ അതിൽ ഒരു പ്രശ്നമുള്ളത്, ഈ ലേഖനത്തിൻ്റെ തുടക്കത്തിലൊരു ബ്ലേബ് ആ ലേഖനത്തിലേക്ക് ആളുടെ ശ്രദ്ധ ആകർഷിക്കാനായിട്ട് പത്രം സാധാരണ പ്രസിദ്ധീകരിക്കുന്ന ഒരു കുറിപ്പുണ്ടല്ലോ, അതിൽ ചോദിച്ചിരിക്കുന്നത് മിയാവാക്കി മാതൃക ആശാസ്യമാണോ എന്നാണ് ഒരു ചോദ്യം. ആ മട്ടിലൊരു ചോദ്യമാണ് അതിൻ്റെ തുടക്കത്തിൽ വന്നിരിക്കുന്നത്. കൃത്യം വാക്കുകൾ ഞാൻ ഓർക്കുന്നില്ല. അത് അവസാനിച്ചിരിക്കുന്നത് എൻവയോൺമെൻറ്റലിസ്റ്റായ ശ്രീ പ്രദീപ് കൃഷ്ണൻ്റെ വാക്കുകളിലാണ്. അദ്ദേഹം പറയുന്നു, ഇത് നമ്മുടെ എക്കോളജിക്ക് ചേർന്നതല്ല മിയാവാക്കി മാതൃകയെന്ന്. ഇതിൽ ലേഖകൻ്റെ അഭിപ്രായം ഇല്ല. കാരണം ലേഖകൻ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായത്തിൽ നിന്ന് ഒരു സ്വരൂപിക്കുന്നതിന് പകരം അദ്ദേഹം പലരുടെ അഭിപ്രായങ്ങൾ വെച്ചിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്, അവസാനിപ്പിച്ചിരിക്കുന്നത് ഇത് ശരിയല്ല എന്നുള്ള വേറെ ആളെ കൊണ്ട് പറയിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അപകടം, ഹിന്ദു വളരെ അധികം ബഹുമാനിക്കപ്പെടുന്ന ഒരു പത്രമാണ്. ഞാൻ ദീർഘകാലമായിട്ട് ഹിന്ദുവിലെ എൻവയോൺമെൻറ്റ് ലേഖനങ്ങൾ വായിക്കാറുണ്ട്. അതിനോട് എനിക്ക് ഇതുകൊണ്ട് ഞാനൊരു 20-25 വർഷം മുമ്പോ 30 വർഷം മുമ്പോ ഈവൻ 40 വർഷം മുമ്പ് കുട്ടനാടിനെ കുറിച്ചൊരു ലേഖനം വന്നായിരുന്നു. അത് കുട്ടനാട് ഒരു റൈസ് ബൗളാണോ അതോ പോയിസൺ ബൗളാണോ എന്നാണ് വളരെ വിശദമായിട്ട്. എന്നിട്ട് നമ്മൾ ഹൈ റേഞ്ചിലെ റബ്ബറിനൊഴിക്കുന്ന തുരിശും രാസവളങ്ങളും വരെ താഴെ കുട്ടനാട്ടിലെത്തും എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ചൂണ്ടിക്കാണിയ ലേഖനമാണ്. അത്തരം ലേഖനങ്ങൾ സ്ഥിരമായി പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രമാണ് ഹിന്ദു. അപ്പോൾ അവിടെ വന്നിരിക്കുന്ന ഈ ലേഖനത്തിൻ്റെ ഇതിനകത്ത് ചില അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട്. ഈ ലേഖനം വായിച്ചു കഴിഞ്ഞ ശേഷം ഒരു 15 പേരെങ്കിലും എന്നെ വിളിച്ചു, മിയാവാക്കി മാതൃക ശരിയല്ല എന്ന് ഹിന്ദുവിൽ പറഞ്ഞിരിക്കുന്നല്ലോ എന്നാണ്. അപ്പോൾ ആ ലേഖനം പൊതുവായി കൊടുക്കുന്ന ഒരു ടോൺ, ഒരു ഇംപ്രഷൻ, അതായത് നമുക്കത് ഈ ലേഖനം വായിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന ഒരു തോന്നൽ മിയാവാക്കി മാതൃക ശരിയല്ല എന്നാണ്. ഇതിൽ എനിക്ക് വളരെ രസകരമായി തോന്നിയ 2 കാര്യങ്ങൾ. ഒന്ന്, ശ്രീ പ്രദീപ് കിഷൻ ഇതിനായിട്ടൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു ചലച്ചിത്രകാരനായിരുന്നു എന്നാണ് ചലച്ചിത്രകാരനാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അദ്ദേഹം ഇപ്പോൾ ആനി എന്നൊരു ചിത്രം നിർമ്മിച്ചിരുന്നു. ആനി അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമാണ്. 1987 മറ്റോ വന്ന വളരെ രസമുള്ളൊരു ചെറിയ ഇംഗ്ലീഷ് ചിത്രമാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ഇംഗ്ലീഷ് ചിത്രമായിരുന്നു. അതിലൊരു കോഴിയെ ഒരാൾ തത്തയെ വളർത്തുന്ന കൂട്ടിലിട്ട് വളർത്തുന്ന ഒരു രംഗമുണ്ട്. ഒരു രംഗമല്ല, തുടർച്ചയായിട്ട് അതിലെ ഒരു ഹോസ്റ്റൽ മുറിയിൽ ഒരു വിദ്യാർത്ഥി ഒരു കോഴിയെ ഒരു പക്ഷിക്കൂട്ടിലിട്ട് വളർത്തുകയാണ്. ഈ ലേഖനത്തിൽ ശ്രീ പ്രദീപ് കൃഷ്ണൻ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. മിയാവാക്കി മാതൃക നിന്ന് പോളാർ കരടിയെ കൊണ്ടുവന്ന് ഒരു കോൺക്രീറ്റ് മുറിയിലിട്ട് ഐസ് നിറച്ച് വളർത്തുന്ന പോലെയാണെന്നാണ്. ഇത് എനിക്ക് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഈ കോഴിയെ വളർത്തുന്ന ആ രംഗമാണ് ഓർമ്മ വന്നത്. ഇതിൽ അദ്ദേഹം പറയുന്ന ഉദാഹരണം കേട്ടാൽ നമുക്ക് വളരെ ശരിയായിട്ട് തോന്നുമെങ്കിൽ നമ്മൾ ആഴത്തിൽ ഒന്ന് ആലോചിക്കണം. കാരണം പോളാർ കരടിയെ കൊണ്ടുവന്ന് കോൺക്രീറ്റ് മുറിയിൽ ഇടുന്നത് പോലെയാണോ മിയാവാക്കി മാതൃക? നമ്മളൊരു സ്ഥലത്തെ മണ്ണിളക്കി ആ മണ്ണിൽ ആവശ്യമുള്ള ജൈവ വളങ്ങൾ ചേർത്ത് അതിൽ ഒരു വിധത്തിലുള്ള കീടനാശിനികൾ ഉപയോഗിക്കാതെ അവിടെ പ്രാദേശികമായിട്ട് വളരുന്ന സസ്യങ്ങളെ മാത്രം തിരഞ്ഞെടുത്ത് വളർത്താനാണ് പ്രൊഫസർ മിയാവാക്കി പറഞ്ഞിരിക്കുന്നത്. ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചെടിയുടെ എണ്ണം കൂടുതലായിരിക്കും. ഒരു സ്ക്വയർ മീറ്ററിൽ 2 മുതൽ 9 വരെയാണ് മിയാവാക്കി മാതൃകയിൽ പറയുന്നത്. ജപ്പാനിൽ അവരത് 3 ഏറ്റവും ഐഡിയൽ എന്ന് കണ്ടുപിടിച്ചു. ഞങ്ങൾക്ക് ഇവിടെ 4 ഏറ്റവും കൂടുതൽ വളർച്ചത്. ഈ വളർച്ച കൂടുന്നു എന്നുള്ള മാത്രമാണ് അതിൽ വരുന്നത്. അപ്പോൾ അത് കൃത്രിമമാണോ? അത് കൃത്രിമമാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഈ മിക്കവാറും ചെടികളുടെ എല്ലാം ചോട്ടി, പ്ലാവിൻ്റെയും മാവിൻ്റെയും ഒക്കെ ചോട്ടി ചക്ക പഴുത്ത് വീണ് കഴിഞ്ഞാൽ 10-9 പ്ലാവും തൈ കിളുക്കും. അതിൽ അർഹതയുള്ളത് അതിജീവിക്കും, മറ്റത് പോകും. ആ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അത് കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ടില്ല എന്ന് പറയാനൊക്കെ, പക്ഷേ ആ വളർത്തുന്നതുകൊണ്ടാണ് അതിന് സ്വാഭാവിക വളർച്ച കിട്ടുന്നത്. പോളാർ കരടിയെ കൊണ്ടുവന്ന് നമ്മളൊരു മുറിയിൽ, കോൺക്രീറ്റ് മുറിയിൽ ഐസിട്ട് വെക്കുന്നതിന് തുല്യമാണോ നമ്മൾ മണ്ണിൽ ചെടികൾ നട്ട് വളർത്തുന്നത്? ഇത് രണ്ടും തമ്മിൽ, കാരണം ഒന്നിൽ ആകെ ഒരു ജൈവ വസ്തുവുള്ള പോളാർ കരടിയാണ്. ഇവിടെ ഇത് പൂർണ്ണമായിട്ടും ജൈവമായ ഒരു അന്തരീക്ഷത്തിൽ ജൈവികമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഉദാഹരണം തന്നെ തെറ്റാണ്. പക്ഷേ കേൾക്കുമ്പോൾ നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന തരത്തിലുള്ള വളരെ സമർത്ഥമായ ഒരു ഉദാഹരണമാണ് അവിടെ വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നാച്ചുറൽ വേ എന്ന് പറയുന്നുണ്ട്. നാച്ചുറലിസ്റ്റുകൾ എന്നൊരു പ്രയോഗമുണ്ട്. അപ്പോൾ ആരാണ് ഈ നാച്ചുറലിസ്റ്റ്, ആരാണ് ഈ മിയാവാക്കി? അപ്പോൾ മിയാവാക്കി മാതൃക ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ പിന്തുടരുന്ന ആളുകളെല്ലാം ആ നാച്ചുറൽ മാതൃകയ്ക്കെതിരായിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ മിയാവാക്കി മാതൃക നാച്ചുറൽ മാതൃക അല്ല എന്നാണ് അതിലൊരു ധ്വനി. നമുക്കറിയാം, ഭൂമിയിൽ കാടുണ്ടായത് കോടാനുകോടി വർഷങ്ങളിലൂടെയാണ്. അപ്പോൾ ഈ നാച്ചുറൽ മാതൃക എന്ന് പറഞ്ഞാൽ നമ്മളാരും കോടാനുകോടി വർഷം ജീവിച്ചിരിക്കുന്നില്ല. 50 വർഷം ജീവിച്ചിരിക്കുന്ന ഒരാൾ പറയുകയാണ്, ഞാൻ നാച്ചുറലിസ്റ്റാണ്, ഞാൻ നാച്ചുറൽ മാതൃകയിലൂടെ കാടുണ്ടാക്കുകയാണെന്ന്. ഈ 50 വർഷം കൊണ്ട് ലോകത്തൊടുത്ത് നാച്ചുറൽ മാതൃകയിൽ കാടുണ്ടായിട്ടില്ല. അല്ലെങ്കിൽ 50 വർഷം, ഞാൻ 50 വർഷം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരു പ്രവൃത്തി കാലമാണ്. ഇപ്പോൾ ഉണ്ടാകുന്ന ഒന്നും തൊട്ട് ഒരാൾ മരം കുഴിച്ച് വെക്കില്ല. അപ്പോൾ 50-100 വർഷം ഭൂമിയിൽ ജീവിക്കുന്ന ഒരാൾ, അയാൾക്ക് നാച്ചുറൽ മാതൃകയിലൂടെ കാടുണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അതൊരു തമാശയായിട്ട് എടുക്കാനൊക്കെ ഉള്ളൂ. നാച്ചുറൽ മാതൃകയിലൂടെ കാടുണ്ടാക്കുകയാണെങ്കിൽ അയാളതിൽ ഇടപെടാതിരിക്കുക. പ്രകൃതി തന്നെത്താനെ പാറ പൊടിച്ച് മണ്ണാക്കി അവിടെ മഴത്തുള്ളി വീണ് അവിടെ വിത്ത് ഉണ്ടായി അവിടെ തന്നെത്താനെ ഇത് വരണം. ഈവൻ നമ്മളൊരു മരത്തിൻ്റെ വിത്ത് വലിച്ചെറിഞ്ഞിട്ട് പോയി ഇത് നാച്ചുറലാണെന്ന് പറഞ്ഞാൽ പോലും വലിച്ചെറിയുന്ന വിതയ്ക്കലാണ്, അല്ലെങ്കിൽ വെട്ടും കളയുമില്ലാതെയാണ് ഫുക്കുവോക്കയുടെ കൃഷിരീതി. ആ കൃഷിരീതി, നമ്മൾ ചെയ്യുന്ന എല്ലാ വനവൽക്കരണ രീതികളും ഒരു തരത്തിലുള്ള കൃഷിരീതികളാണ്. കൃഷിരീതി എന്ന് പറയുന്ന എല്ലാം തന്നെ
നാച്ചുറൽ അല്ലാത്തൊരു സംഗതിയുമാണ്. അപ്പോൾ കുറേ ആളുകൾ ഞങ്ങൾ നാച്ചുറലാണ്, നിങ്ങൾ നാച്ചുറൽ അല്ല എന്നുള്ള മട്ടിൽ പറയുന്നത്, അങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല, ആൾക്ക് അങ്ങനെ പറയാം. പക്ഷേ അത് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനാവാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വാദം. രണ്ടാമത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ ഈ മിയാവാക്കി മാതൃയെക്കുറിച്ച് കൂടുതൽ പറയാത്ത അതിൻ്റെ എല്ലാ അംശങ്ങളും വളരെ വിശദമായിട്ട് ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ അത് പറഞ്ഞ് വെച്ചിരിക്കുന്നത് ശരിയല്ല എന്നുമാണ്. അതാണ് അതിനകത്തെ ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. മിയാവാക്കി മാതൃയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മിയാവാക്കി മാതൃയെ തന്നെ രണ്ടായിട്ട് കാണണം. ഒന്ന്, 50 സ്ക്വയർ ഫീറ്റ് സ്ഥലത്തോ 100 സ്ക്വയർ ഫീറ്റ് സ്ഥലത്തോ അല്ലെങ്കിൽ 200 സ്ക്വയർ ഫീറ്റ് സ്ഥലത്തോ ഒരാൾ ചെടികൾ വെക്കുന്നതിന്, അതിന് നമ്മൾ മിയാവാക്കി ഫോറസ്റ്റ് എന്നൊക്കെ പറയുന്നെങ്കിലും അത് സത്യത്തിലൊരു ചെടിക്കൂട്ടമാണ്. നമ്മുടെ ഒരു സർപ്പക്കാവ് പോലെയോ, സർപ്പക്കാവിനെ ആരും നിത്യഹരിത വനം എന്ന് വിളിക്കാറില്ല, ഒരു ചെടിക്കൂട്ടമാണ്. അതേസമയത്ത് ഇതൊരു ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങൾ 50 ഏക്കറിലോ അല്ലെങ്കിൽ 1 ഏക്കറിലോ 5 ഏക്കറിലോ മരം വെക്കുമ്പോൾ അതൊരു കാടായിട്ട് മാറുന്നു. ആ ഏരിയ കൂടുന്നതനുസരിച്ച് അത് കാടാവാനുള്ള സാധ്യതയും കൂടുന്നു. പക്ഷേ എന്ന് വെച്ച് നമ്മൾ ഈ ചെറിയ സാധനങ്ങളെ പ്രകൃതി വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട കാര്യമുണ്ടോ? നമ്മളിപ്പോൾ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മളെല്ലാ സ്ഥലവും വെട്ടിത്തെളിച്ച് വെട്ടിമിനുക്കി അവിടെ മണ്ണിൽ വെള്ളം താഴാത്ത തരത്തിലാക്കി നമ്മൾ വിദേശ ചെടികളെയും വിദേശ പട്ടിയെയും എല്ലാം കൊണ്ടുവന്ന് വളർത്തി നമ്മൾ ആ പ്രകൃതിയെ മൊത്തമായിട്ട് നമ്മൾ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനിടയ്ക്ക് കുറേ ആളുകൾ മുമ്പോട്ട് വന്നിട്ട് 50 സ്ക്വയർ ഫീറ്റ് എങ്കിലും അത് ചെയ്യാൻ തയ്യാറാകുമ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? അവരെ നമ്മളൊരു കൺഫ്യൂഷനിലാക്കണോ? ഇത് പ്രകൃതി വിരുദ്ധമാണ്, ഇതല്ല യഥാർത്ഥം ഞങ്ങൾ കാണിച്ചു തരാം, എന്താണ് 50 സ്ക്വയർ ഫീറ്റ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന യഥാർത്ഥ മാതൃക എന്നൊന്ന് പറയാമോ? അങ്ങനെ ഒരു ഫോറസ്റ്റ് എവിടെയെങ്കിലും ഉണ്ടാകുമോ 50 സ്ക്വയർ ഫീറ്റിൽ യഥാർത്ഥ മാതൃക? അപ്പോൾ ചെയ്യുന്ന കാര്യം ചെയ്യട്ടെ എന്ന് വിചാരിക്കില്ല. ഞാൻ വേറൊരു ഉദാഹരണം ചോദിക്കാം. നമ്മൾ ഒരാൾ ഇപ്പോൾ ഒരു അപകടം പറ്റി എൻ്റെ 2 കാലും മുറിഞ്ഞു പോയെന്ന് വിചാരിക്കുക. ഈ കാല് മുറിഞ്ഞു പോയി വേറൊരാളിനോട് പറയും, ഇത് നാച്ചുറലായിട്ട് കാല് വളരാൻ ഒരു മാർഗ്ഗമുണ്ട്, ഞങ്ങളത് ഗവേഷണം നടത്തിക്കൊണ്ടിരുന്നത്, ആയിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ, ഈ കാലില്ലാത്ത ആളിനെ നോക്കിയത് അങ്ങനെ ഇരിക്കുന്നതാണോ 2 കൃത്രിമക്കാല് മേടിച്ച് വെക്കുന്നതാണോ സൗകര്യം? ഇന്ന് പറയുന്ന പോലെ തന്നെയാണിത്. നമ്മളിപ്പോൾ പ്രകൃതി ദുരന്തങ്ങളുടെ പടിവാതിൽക്ക് വന്ന് നിൽക്കുകയാണ്. ക്ലൈമറ്റ് ചേഞ്ച്, ഇന്ന് ഇതൊക്കെ തിരുവനന്തപുരത്ത് മഴയാണ്, ഇന്നലെ മഴയാണ്, മറ്റന്നാൾ മഴ, ഇതൊക്കെ ബംഗാൾ ഉൾക്കടലിലുണ്ടാകുന്ന താപനില കൂടിയതിൻ്റെ ഫലമാണെന്നൊക്കെ നമ്മളെല്ലാം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരു വശത്തൂടെ വരുന്നു. 2030 ആകുമ്പോഴത്തേക്ക് കാർബൺ സീക്വസ്ട്രേഷൻ നടത്തി നമ്മളല്ലെങ്കിൽ അന്തരീക്ഷ താപനില ഇത്ര കുറയ്ക്കാൻ പറ്റണം എന്നൊക്കെ നമ്മൾ പറയുന്നു. 50 ആകുമ്പോൾ ഇത്ര ആകുമെന്ന് പറയുന്നു. അല്ലെങ്കിൽ 2100 ആകുമ്പോഴത്തേക്ക് നമ്മുടെ കൈവിട്ട് പോകുമെന്ന് പറയുന്നു. ഇതിനെതിരെയുള്ള ഇത് ചെയ്യുന്നു കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ സാധാരണ മനുഷ്യന് അവൻ്റെ വീട്ടുമുറ്റത്ത് അല്ലെ അവൻ്റെ പറമ്പിലിരുന്ന് ചെയ്യാവുന്ന ഒരു കാര്യമാണ് മരം വെക്കൽ. അതങ്ങ് വെച്ചോട്ടെ. അതുകൊണ്ട് എന്ത് തടസ്സം ഉണ്ടാകാനാണ്? നിങ്ങൾ അതിനെ പ്രകൃതി വിരുദ്ധമാണ്, നിങ്ങളത് മാറ്റി നിർത്തൂ, യഥാർത്ഥ രീതി ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറയുമ്പോൾ ഈ യഥാർത്ഥ രീതിയുടെ പ്രതിത്വം അവകാശപ്പെടുന്ന ആളുകൾ എന്താണ് ഈ യഥാർത്ഥ രീതി എന്നുകൂടെ പറയണം. ആരാണ് അവരെ യഥാർത്ഥ രീതിയിൽ ആളുകളായിട്ട് ആക്കിയതും പറയണം. നമുക്കറിയാവുന്ന യഥാർത്ഥ രീതി കോടാനുകോടി വർഷങ്ങളിലൂടെ ഭൂമിയിൽ കാടുണ്ടാകുന്നതാണ്. അതിനെ മനുഷ്യൻ നശിപ്പിച്ച് നാനാവിധമാക്കിയിരിക്കുകയാണ്. നമ്മൾ ഈ ഏകവിളയാക്കിയിരിക്കുന്ന സ്ഥലങ്ങളെ കുറച്ചെങ്കിലും തിരിച്ച് ബഹുവിളയാക്കുകയാണെങ്കിൽ വലിയൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമുക്ക് ഈ പ്രാണികളും നമ്മുടെ ചുറ്റുമുള്ള ജീവികളും നമ്മൾ ഈ കോൺക്രീറ്റ് വനങ്ങളിൽ താമസം ആരംഭിച്ച ശേഷം നമ്മുടെ കോർപ്പറേറ്റുകളൊക്കെ കോടിക്കണക്കിന് സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് കോൺക്രീറ്റാക്കി മാറ്റുന്നത്. അപ്പോൾ അവരൊക്കെ കുറച്ചെങ്കിലും മരങ്ങൾ അതിന് ചുറ്റുമെങ്കിലും വെക്കാൻ പോവുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ചിത്രശലഭങ്ങളെയും മിന്നാമിനങ്ങളെയൊക്കെ കുറേ നാളൂടെങ്കിലും നമുക്ക് കാണാൻ കഴിയില്ലേ? അതിനൊരു പ്രസക്തിയില്ലേ? അപ്പോൾ അത്രയുമെങ്കിലും നമ്മൾ ഇതിൽ നിന്നൊരു സാധനം പ്രതീക്ഷിച്ചാൽ പോരെ. അല്ലാതെ ഞങ്ങൾ ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ 10,000 ഏക്കർ വനം സൃഷ്ടിക്കാമെന്നോ മറ്റേ നഗരത്തിൽ അതുകൊണ്ട് തൽക്കാലം ഈ വലിയ പ്രകൃതിക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കുന്ന സാധനം അല്ലെന്നോ ആണെന്നോ ഒക്കെ നമ്മൾ പറയുന്നതിൽ നല്ലത് ഓരോ തരത്തിലും നടക്കുന്ന കാര്യം നടക്കട്ടെ എന്ന് പറയുകയല്ലേ. പിന്നെ മിയാവാക്കി മാതൃകയെക്കുറിച്ച് പറയുന്നിടത്ത് ഈ ലേഖനത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രശ്നം മിയാവാക്കി മാതൃകയുടേതല്ല, മിയാവാക്കി മാതൃക നടപ്പിലാക്കുമ്പോൾ വരുന്ന വീഴ്ചകളുടേതാണ്. ആ വീഴ്ചകൾ ആണെങ്കിൽ അത് കുറേ കൂടെ ശാസ്ത്രീയമാകും, അല്ലെങ്കിൽ ശാസ്ത്രീയതയോട് അടുത്ത് നിൽക്കും, അല്ലെങ്കിൽ ഈ നാച്ചുറലിസത്തോട് അടുത്ത് നിൽക്കും എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. ആയിക്കോട്ടെ. പക്ഷേ ഈ 50 സ്ക്വയർ ഫീറ്റുകാരന് ആ വീഴ്ച വന്നാലും അവൻ എന്ത് വീഴ്ച വരുത്തിയാലും അവൻ 10 മരം കുഴിച്ചു വെക്കുന്ന ഒരു വലിയ കാര്യം തന്നെയാണെന്ന് എൻ്റെ വാദം. അത് ശാസ്ത്രജ്ഞന്മാർ എതിർക്കുമായിരിക്കും. സ്വാഭാവികമായിട്ട് അവർക്ക് എതിർക്കാനുള്ള അവകാശമുണ്ട്, അവർക്ക് അതിൻ്റെ ഇതുകൊണ്ട്. എനിക്ക് തോന്നുന്നത് അടുത്ത കുറേ വർഷങ്ങൾക്കകം നമ്മൾ നേരിടേണ്ട വലിയൊരു പ്രശ്നമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്ന ഈ ആഗോളതാപനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനുള്ള എത്ര ചെറിയ എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. വൻതോതിൽ നാച്ചുറലായിട്ട് നിങ്ങൾ കാടുണ്ടാക്കിക്കോളൂ, പക്ഷേ അതുവരെ ഈ നഗരങ്ങളിലുള്ള ചെറിയ വനങ്ങളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം, അത് ശാസ്ത്രീയമല്ല എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. മിനിമം നമ്മൾ ഈ പ്രാണികളെയും ചിത്രശലഭങ്ങളെയും എങ്കിലും കണക്കിലെടുക്കണം. അവയ്ക്ക് ജീവിക്കാനുള്ള ഒരു ആവാസ വ്യവസ്ഥ പക്ഷികൾക്ക് എന്നുള്ളതെങ്കിലും നമ്മൾ ചെയ്യണം. കാട്ടുപോത്ത് ആനയൊന്നും വന്ന് നഗരത്തിലെ 50 സെൻറ്റ് അല്ല 5 സെൻറ്റ് സ്ഥലത്ത് അല്ല 50 സെൻറ്റ് സ്ഥലത്തോ താമസിക്കാൻ പോകുന്നില്ല. ഇവിടെയുള്ള ഇപ്പോൾ അവശേഷിക്കുന്ന പ്രാണികളെങ്കിലും നിലനിർത്താൻ വേണ്ടിയുള്ളൊരു ശ്രമം നമ്മൾ ചെയ്യണം. ആ തരത്തിൽ ഇത്തരം ലേഖനങ്ങൾ വരുമ്പോൾ ഈ ലേഖനങ്ങളിൽ കൃത്യമായിട്ടൊരു അഭിപ്രായം പറയണം. അല്ലാതെ പലരുടെ അഭിപ്രായം പറഞ്ഞിട്ട് ആ അഭിപ്രായം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ളൊരു അഭിപ്രായമായി മാറ്റാനും പാടില്ല.